നർസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമേജ് വെള്ളത്തിൽ കണ്ട് അതിൽ മതി മറന്ന് കിടന്ന് മരിച്ചുപോയി. യൂട്യൂബിൽ കാണുവാണ് നർസിസ്റ്റുകൾ ഒരിക്കലും മാറത്തില്ല, നർസിസം മാറത്തില്ല, അവരെ ലീവ് ചെയ്യുക. ഒരു പക്ഷേ ഈ ചെറുപ്പത്തിൽ കിട്ടാത്ത ചില കറക്ഷൻസ് ഒക്കെ ഈ ഒരു പാർട്ണർ വന്നതിന് ശേഷവും ആവാം അല്ലേ? അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവര് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും. ചിലപ്പോൾ ഒരു ബഫൂൺ ആകും, തമാശകൾ പറയും, മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് കോമാളിത്തരവും കാണിക്കും, വളരെ ചാമിങ് ആയിട്ട് ചിലപ്പോൾ സംസാരിക്കും. ഒപ്പത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും എന്ന രണ്ട് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിസ്റ്റർ, എന്താണ് പൊതുവെ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്? നർസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമേജ് വെള്ളത്തിൽ കണ്ട് അതിൽ മതി മറന്ന് കിടന്ന് മരിച്ചുപോയി എന്നാണ് ഒരു ഗ്രീക്ക് ഇതിൽ പറയുന്നത്. അപ്പോ സെൽഫ് സെന്റേർഡ് ആയിരിക്കും, ഒരു ഗ്രാൻഡിയസ് സെൻസ് ഓഫ് സെൽഫ്, അതായത് സ്വന്തം കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാള് ആണ് നർസിസ്റ്റ് എന്ന് പറയുന്നത്. എമ്പതി ഒട്ടും ഉണ്ടായിരിക്കത്തില്ല. ഈ ഡിസോർഡർ ആൾക്കാരിൽ കാണുന്ന ട്രേറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തേത് ഈ ഗ്രാൻഡിയസ് സെൻസ് ഓഫ് സെൽഫ് ആണ്, സെൽഫ് ഇമ്പോർട്ടൻസ്, സെൽഫ് എലവേഷൻ ഉണ്ടാവും. അതെ, കോൺസ്റ്റന്റ് നീഡ് ഫോർ അഡ്മിറേഷൻ, പ്രശംസ കിട്ടാൻ വേണ്ടി ഞാനൊരു ഇമ്പോർട്ടന്റ്. പക്ഷെ ഇതിന്റെ എല്ലാം അടിത്തട്ടി കിടക്കുന്നത് ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം തന്നെയാണ്. സെൽഫ് എസ്റ്റീം ഒട്ടും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ടതാണെന്നുള്ള ആ ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഒരു വർത്ത് തോന്നുന്നത്. ഈ ഒരു വ്യക്തികൾ ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരെ പരിഗണിക്കാതെ അതെ, എമ്പതി ഇല്ലല്ലോ, എമ്പതി ഒട്ടും ഇല്ല. അവർക്ക് അതിനെ കുറിച്ചുള്ള തിരിച്ചറിവും ഇല്ല, എമ്പതി കാണിക്കാനായിട്ട് അറിയില്ല, അതിനുള്ള ആ ട്രേറ്റ് ഇല്ല. അപ്പോൾ എമ്പതി കാണിക്കാതെ ഒരു കുടുംബജീവിതത്തിൽ അല്ലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ പലപ്പോഴും ഈ നാർസിസ്റ്റിന്റെ കൂടത്തിലേക്ക് ആകർഷിക്കപ്പെടുക ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കാം. അപ്പൊ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അവരുടെ സെൽഫ് വർത്ത് വരുന്നത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പൊ നർസിസ്റ്റിന്റെ നീഡ് എന്നാ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പം നർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് എല്ലാം ചെയ്ത് കിട്ടുക, അവർക്ക് പ്രശംസ കിട്ടുക, അവരെ പൊക്കി പറയുക, അവർ ചെയ്യുന്നതെല്ലാം വാ യുടെ ഗുഡ് ജോബ്, നീ ഭയങ്കര സംഭവമാണ്, നീ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറാണെന്നൊക്കെ പറയുന്ന ആ പ്രശംസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഉള്ളവർ എന്ത് ചെയ്യും? അത് കൊടുക്കാനായിട്ട്, അല്ലെ പീപ്പിൾ പ്ലീസിങ് ആയിരിക്കാം, അവരെ പ്ലീസ് ചെയ്യുന്നതായിരിക്കാം, ചെയ്തു കൊടുക്കുന്നതായിരിക്കാം. അപ്പം അതിൻ്റെ അകത്തൊരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ രണ്ട് പേഴ്സണാലിറ്റികളും ആ ട്രേറ്റ്സും ഒരു ബാലൻസ്ഡ് ആയിട്ട് അല്ലല്ലോ പോകുന്നത്. അപ്പൊ അവിടെ റിലേഷൻഷിപ്പിൽ ഒരാള് ബേൺ ഔട്ട് ആവാനുള്ള സാധ്യത ആരാ? ഈ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ചെയ്ത് കൊടുത്ത് വാലിഡേഷൻ ഒന്നും കിട്ടാതെ, അല്ലെങ്കിൽ എമ്പതി ഒന്നും ലഭിക്കാതെ ഒക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരാൾക്ക് പിന്നെ ഭയങ്കരമായിട്ട് പ്രശംസ വേണം, പക്ഷെ അങ്ങോട്ട് തിരിച്ച് പ്രശംസ കൊടുക്കൂല, പറ്റുന്നില്ല, എമ്പതി കൊടുക്കുന്നില്ല, എമ്പതറ്റിക്കൽ അല്ല നർസിസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വരുമ്പോൾ രണ്ട് വ്യക്തിത്വത്തിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ നർസിസ്റ്റുകൾക്ക് സാധാരണ രീതിയിൽ ഈഗോ സിൻറ്റോണിക് ആയിട്ട്, അപ്പൊ അവർക്ക് തന്നെ ആ പ്രോബ്ലം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവില്ല നർസിസ്റ്റുകൾക്ക്. അപ്പൊ ഈ നർസിസ്റ്റുകളിലും ഉണ്ടല്ലോ പല വിഭാഗമുണ്ട്, മലിഗ്നന്റ് നർസിസ്റ്റ് ഉണ്ട്, നർസിസം പല രീതിയിലുണ്ട്. അപ്പം നമ്മളിപ്പോ പറയുന്ന ഒരു സാധാരണ വീടുകളിലും ഒക്കെ നമ്മൾ കാണുന്ന നർസിസ്റ്റിക് ട്രേറ്റ്സ്, അത് എല്ലാ ലൈഫ് സ്റ്റൈലിലുള്ളവരിലും ഉണ്ടാകാം. നർസിസം, സെൽഫ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതൊരു നമ്മളൊരു ബിബ്ലിക്കൽ രീതിയിൽ പറഞ്ഞാൽ അഹങ്കാരം, ഞാനെന്ന ഭാവം, അങ്ങനെ നമുക്ക് വേണേൽ മനസ്സിലാക്കാം. ഒരു പാസ്റ്ററൽ കൗൺസിലിംഗ് പെർസ്പെക്റ്റീവില് നമുക്ക് അതിനെ അങ്ങനെ കാണാം. അപ്പോൾ അതിൻ്റെ റൂട്ട് കിടക്കുന്നത് ചൈൽഡ്ഹുഡിലാകാം,
ട്രോമാറ്റിക് എക്സ്പീരിയൻസസിൽ നിന്നാകാം, പേരന്റിങ്ങിന്റെ പ്രശ്നത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ പേരന്റൽ ഫിഗേഴ്സിന്റെ ഡിസിപ്ലിൻ അല്ലെ അവരുടെ ചില ബിഹേവിയേഴ്സ്, അത് അഡിക്റ്റീവ് ബിഹേവിയേഴ്സിൽ നിന്നാകാം, അങ്ങനെ പല മേഖലയിൽ നിന്നാകാം ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. അപ്പോൾ അത് പക്ഷെങ്കിൽ വേറെ പേഴ്സണാലിറ്റിയോടുകൂടി ചേരുമ്പോൾ മിക്കവാറും ഒക്കെ ഈ കെമിസ്ട്രി വരുന്നത് അല്ലെ അട്രാക്ട് ചെയ്യപ്പെടുന്നത് കോഡിപെൻഡന്റും നർസിസ്റ്റുമാണ്. പക്ഷെ ആ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതാണ്. ഒരു പാർട്ട്ണർഷിപ്പിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു ലവ് റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ചെയ്യപ്പെടുക. അപ്പൊ അത് നമ്മുടെ കൾച്ചറിലൊക്കെ പറയുമല്ലോ, ഫസ്റ്റ് ലവ്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നു, അല്ലെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു. അപ്പം ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവര് നർസിസ്റ്റ് ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ചെയ്യപ്പെടുന്നത് കോഡിപെൻഡന്റിനെ ആയിരിക്കും, കോഡിപെൻഡന്റ് നർസിസ്റ്റിനെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് ഹെൽത്തി ആകണമെന്ന് ഇല്ല. പക്ഷെ ഒരു തിരിച്ചറിവിലൂടെ ഈ കോഡിപെൻഡൻസിന് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കോഡിപെൻഡന്റുകൾക്ക് നല്ലൊരു ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്നിൽ കോഡിപെൻഡൻസി ഉണ്ട്, പീപ്പിൾ പ്ലീസിങ് ആണ്, അപ്പൊ ശക്തമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ അല്ലെങ്കിൽ ഈ നർസിസ്റ്റുകള് ബ്ലെയിം ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ടല്ലോ നർസിസ്റ്റിന്റെ പേഴ്സണാലിറ്റിയിലുള്ളതാണ്. ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിങ്, അല്ലെങ്കിൽ ചെയ്ത തെറ്റ് നീയാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് വരുത്തി തീർക്കും, ബ്ലെയിമിങ്ങിന്റെ അത് ഭാഗമായിട്ട്. അപ്പം ഈ കൂടെ ഉള്ളവർക്ക് തോന്നും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാനാണോ ഇതിന്റെ എല്ലാം കാരണം, അങ്ങനെ കുറെ നാളെ ജീവിച്ചു കഴിയുമ്പോൾ അങ്ങനെ തോന്നാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ സാധാരണ മനസ്സിലാകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവര് ഇതിന്റെ ഒരു ഉത്തരം അന്വേഷിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോയത്. അപ്പൊ ഈ നർസിസ്റ്റിക് പേഴ്സൺ കോൺസ്റ്റന്റ് ആയിട്ട് ബ്ലെയിം ചെയ്യുന്നു, നീയാണ് ഇതിന്റെ എല്ലാം കാരണം, നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിന്നിലാണ് കുറ്റം എന്ന് വരുത്തി തീർത്ത് കഴിയുമ്പോൾ ഈ ആൾക്ക് സ്വാഭാവികമായിട്ട് ഞാനാണ് കുറ്റക്കാരി അല്ല കുറ്റക്കാരൻ തോന്നുന്നു. ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറിപ്പോകും. അങ്ങനെ ചിന്തയിലേക്ക് കൊണ്ടുവരുക നർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറിലൂടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് പിന്നെ നോക്കുന്നത് ആദ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുന്നത് ഇത് പറയാനുള്ള ഷെയിമുണ്ട്, മറ്റുള്ളവർ അറിയുമെന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പിന്നെ മീഡിയയിൽ സെർച്ച് ചെയ്യുവാണ്, അപ്പൊ യൂട്യൂബിൽ കാണുവാണ് നർസിസ്റ്റുകൾ ഒരിക്കലും മാറത്തില്ല, നർസിസം മാറത്തില്ല, അവരെ ലീവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു കാത്തലിക് മാരേജ് അല്ലെങ്കിൽ ഒരു കവനന്റ് ആണ്, മാരേജ് ഒരു ഉടമ്പടിയാണ്, ഒരു കൂദാശയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിവാഹത്തില് ഈ നർസിസ്റ്റിനെ ഉപേക്ഷിച്ച് കളയാണോ വേണ്ടത്, അതോ നർസിസ്റ്റിനെ ലീവ് ചെയ്ത് രക്ഷപ്പെടുകയാണോ വേണ്ടത്, അതൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ ചിലപ്പോൾ കൗൺസിലിംഗ് സെഷനിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, എന്റെ ഹസ്ബൻഡിന് എങ്ങനത്തെ ട്രേറ്റ്സ് ആ ഉള്ളേ, അപ്പൊ സിസ്റ്ററെ ലീവ് ചെയ്യണോന്ന് എല്ലാവരും പറയുന്നത്. അപ്പം ബൗണ്ടറി സെറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരത്തിലുള്ള ബൗണ്ടറി, അവരോട് അവർ ചിലപ്പോൾ ബ്ലെയിം ചെയ്യുമ്പോൾ ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് യുവർ ബ്ലെയിം, അല്ലെ നമ്മൾ അങ്ങനെ മലയാളത്തിൽ എങ്ങനെ നമുക്ക് പറയാവുന്ന വയലന്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? നർസിസ്റ്റുകളോ? തീർച്ചയായിട്ടും. അവർക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെ അഡ്മിറേഷൻ കിട്ടുന്നില്ലെങ്കിൽ, അവരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുന്നില്ലെങ്കിൽ ഒക്കെ അവരെ പിന്നെ നർസിസ്റ്റുകൾ പുട്ട് ഡൗൺ ചെയ്യുമല്ലോ, മറ്റുള്ളവരെ കൂടെ ഉള്ളവരെ നർസിസ്റ്റുകളെ താഴ്ത്തി കെട്ടി സംസാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടെ ഉള്ളവർക്ക് അതൊരു പെയിനാണ്. ആ പെയിനെ എമ്പതിയോടെ കാണാനൊന്നും നർസിസ്റ്റുകൾക്ക് പറ്റാറുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം. ഇനി നർസിസ്റ്റ് ആയിട്ടുള്ള പേരന്റ് ഈ കുട്ടിയെ എങ്ങനെ, കുട്ടിയോട് എമ്പതി കാണിക്കാൻ പറ്റില്ല, കുട്ടികളോട് എമ്പതി ഇല്ല. അപ്പൊ അത് ഡെഫിനറ്റ്ലി കുട്ടികളുടെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. നർസിസ്റ്റിക് പേരന്റിന്റെ കുട്ടികള് മറ്റു വ്യക്തിത്വ വൈകല്യം ഉള്ളവരായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നർസിസ്റ്റിന്റെ വലിയൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നുന്നത് ഈ ഈഗോ സിൻറ്റോണിക്, അതായത് എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് ഉള്ള ഒരു ഇൻസൈറ്റ് ഇല്ലായ്മയാണ്. അപ്പൊ ആ ഇൻസൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഉള്ളിലെ മനസാക്ഷിയിൽ പ്രശ്നമില്ല, ഞാൻ ഈ ചെയ്യുന്നത് അല്ല കാണിക്കുന്നതൊക്കെ അതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റബോധം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അത് ഒരു അനുതാപം ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അതും റിലേഷൻഷിപ്പിനെ കൂടുതൽ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ മാരേജിൽ അത് ഒത്തിരി വലിയൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. പക്ഷേ
അതിന് കാരണീയമായിട്ടുള്ള ഇവരെ ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് വിവാഹത്തിൽ അബ്യൂസസ് ഉണ്ടെങ്കിൽ, ഫിസിക്കൽ അബ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണൽ, വെർബൽ, സെക്ഷൽ അബ്യൂസ് ഒരിക്കലും ജീവിക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് ത്രെറ്റ് ലൈഫിൽ നമ്മളെ സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ജീവന ഭീഷണിയായിട്ടുള്ളതാണെങ്കിൽ ശരിക്കും നമുക്ക് ആ വിവാഹത്തിൽ നിൽക്കാൻ ഒരിക്കലും സഭ പറയുന്നില്ല. അല്ലാതെ ഹീൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നർസിസ്റ്റിക് ആയിട്ടുള്ള ട്രേറ്റ്സ് ഡിസോർഡറിലേക്ക് നയിക്കുന്ന തരത്തിൽ അമിതമായ അബ്യൂസീവ് ആണെങ്കിൽ, അതൊരു പിള്ളേരെ സാരമായി ബാധിക്കുന്നു, ഈ വിവാഹ ജീവിതത്തെയും വ്യക്തിയെയും ഹാനികരമായിട്ട് ബാധിക്കുവാണെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മാറാനുള്ള ഓപ്ഷൻ ഉള്ളെന്ന്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹീലിംഗ് ആവശ്യമാണ്. ഒരുപക്ഷെ തമ്പുരാൻ ഹീൽ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആകാമല്ലോ എൻ്റെ പാർട്ട്ണർ. അപ്പം അതിനെ ഏൽപ്പിക്കാൻ യോഗ്യയായ അല്ലെ യോഗ്യതയുള്ളവനായിട്ട് കണ്ടത് ഈ ആളിനെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്റ്റിലും ഒരുപക്ഷെ ഈ ചെറുപ്പത്തിൽ കിട്ടാത്ത ചില കറക്ഷൻസ് ഒക്കെ ഈ ഒരു പാർട്ട്ണർ വന്നതിന് ശേഷവും ആവാം അല്ലേ? തീർച്ചയായിട്ടും അതിന് തുറവി വേണമല്ലോ. അപ്പൊ നമ്മുടെ ഒരു മെയിൽ ഡോമിനന്റ് കൾച്ചറും കൂടെ ആണല്ലോ. അപ്പൊ അത് പക്ഷെ അത്ര അക്സെപ്റ്റബിൾ ആണോ എന്നറിയില്ല. അങ്ങനെ ഒരു കറക്ഷനൊക്കെ ഒരു കറക്ഷൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡിസോർഡറിൽ കറക്ഷനേക്കാൾ ഉപരിയായിട്ട് ഒരു ഷെയറിംഗ് ഒക്കെ കുറച്ചുകൂടെ ഒരു ഉൾക്കാഴ്ച കൊടുക്കുന്ന ഒരു ഷെയറിംഗ്, അത് നല്ല രീതിയിൽ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു തീർച്ചയായിട്ടും. അതെ അതെ. ഇപ്പൊ കപ്പിൾസിന്റെ ഇടയിലുള്ളതാണല്ലോ 5 ലവ് ലാംഗ്വേജസ്. അതിലൊന്നായി ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ആക്റ്റീവായിട്ട് ലിസൺ കൊടുക്കാൻ പറ്റുക. അപ്പൊ നർസിസ്റ്റിന് വേണ്ടത് അതാണല്ലോ, ഒരു കോൺസ്റ്റന്റ് അറ്റൻഷനും. അല്ലെ അവരാണല്ലോ സെന്റർ ഓഫ് ദ അറ്റൻഷൻ ആകാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പം അതിനുള്ള അഡ്മിറേഷൻ, പ്രശംസ കിട്ടാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവരെ കൊണ്ടുപോയിട്ട് ഇത് കുറച്ച് ഉൾക്കാഴ്ച കൊടുക്കാൻ ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടുന്ന ഒരു പാർട്ട്ണറിന് ഒരു പരിധി വരെ സാധിക്കും. അതൊരു ബൗണ്ടറി സെറ്റിങ്ങിനും സഹായിക്കും. നമ്മളിപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരിക്കലും തിരിച്ച് ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് കുട്ടികളെ ബാധിക്കുന്നത്. അതിന് പകരമായിട്ട് എങ്ങനെയാണ് ഈ നർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളിൻ്റെ അടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു കൗൺസിലിംഗ് സെഷനിലൂടെ മാത്രം പഠിച്ചെടുക്കാൻ പറ്റും. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റമോ നർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ചോ അല്ലായിരിക്കാം പറയേണ്ടത്. പക്ഷെ ആ പേരന്റിങ്ങിൽ ഒരുമിച്ച് നിന്ന് എങ്ങനെയായിരിക്കും ഇവരെ രണ്ട് രീതിയിൽ പറയാതെ, ഇപ്പൊ അപ്പൻ ഒരു കാര്യം പറയുന്നു, അമ്മ ഒരു കാര്യം പറയുന്നു, കുട്ടിയിൽ ഉടനെ സ്റ്റേബിൾ അല്ലാത്ത ഒരു കാര്യം ഉണ്ടാവുന്നത്. അത് അവരുടെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കുമല്ലോ. അപ്പൊ ഇത് ഇവരുടെ കുടുംബജീവിതത്തെ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അവരുടെ തന്നെ വ്യക്തി ജീവിതങ്ങളെ ഇത് എത്രമാത്രം അഫക്ട് ചെയ്യുന്നുണ്ടാവും നർസിസ്റ്റിന്റെ? തീർച്ചയായിട്ടും അവരുടെ സെൽഫ് എസ്റ്റീം തീരെ ലോ ആണ്. ഉള്ളിന്റെ ഉള്ളിൽ അവർ ആരുമാണെന്ന് അവർക്ക് തോന്നുന്നില്ലല്ലോ. ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രധാനപ്പെട്ട ആളാന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് ആ സെൽഫ് വർത്ത് അല്ലെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം അവർക്ക് തോന്നുന്നത്. അപ്പൊ അതെ അതെ. അപ്പൊ അത് ഈ ബ്ലെയിം ചെയ്യുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പം കപ്പിൾസിന്റെ റിലേഷൻഷിപ്പിൽ വരുമ്പോഴാണ് മാനിപ്പുലേഷൻ ഉണ്ട്, പിന്നെ കൺട്രോൾ ചെയ്യുന്ന ബിഹേവിയർ ഉണ്ട്, നന്നായിട്ട് നിയന്ത്രിക്കും. അപ്പൊ അതൊക്കെ വരുമ്പോൾ പാർട്ട്ണറിനാണേലും കുടുംബത്തിലുള്ളവർക്കാണേലും അത് ഫുള്ള് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ. സിസ്റ്ററെ, നമ്മുടെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറെ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം ഒരു സമൂഹത്തിന്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. സമൂഹം മീൻസ് ഒരു സൊസൈറ്റിയിൽ ഒരു ഇപ്പോൾ ഒരു ചർച്ച ആകാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാള് ആണ് അതിനെ ലീഡ് ചെയ്യുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ. അപ്പൊ അത് തീർച്ചയായിട്ടും ആൾക്ക് ഇപ്പോൾ കുറച്ചു പേര് പ്രശംസയൊക്കെ കൊടുക്കുന്നവരായിരിക്കാം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കാം. അപ്പൊ അതിലും കുറച്ചു പേര് കാണുമല്ലോ കോഡിപ്പെൻഡൻസി ഉള്ളവരൊക്കെ. അപ്പൊ അല്ല പീപ്പിൾ പ്ലേസേഴ്സ് ഉണ്ടാവാം. അപ്പൊ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതായിട്ട് പോകണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരോടായിരിക്കുമല്ലോ ആൾക്ക് ഒരു അടുപ്പം വരിക, അങ്ങനെയുള്ളവരായിരിക്കും ഇഷ്ടം വരിക. അപ്പൊ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആകണമെന്നും ഇല്ല. അപ്പൊ ഈ സെൽഫ് എസ്റ്റീം വളരെ ലോ ആയതുകൊണ്ട്, ഫ്രജൈൽ ആയിട്ടുള്ള ആ സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ പെട്ടെന്ന് മുറിവേക്കുന്ന വേദനിക്കുന്നതായതുകൊണ്ടാണല്ലോ ഈ കോൺസ്റ്റന്റ് അഡ്മിറേഷൻ വേണം, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണണം, അല്ലെ ഞാൻ കൺട്രോൾ ചെയ്യുമ്പം ഞാൻ നിയന്ത്രിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ പോകണം, അങ്ങനെ പോയില്ലെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നു. അതെല്ലാം കമ്മ്യൂണിറ്റിയിൽ പ്രോബ്ലം ആയിട്ട് വരാം.
വർക്ക് പ്ലേസിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പം ആ ലീഡർഷിപ്പിനെ ചിലരൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ വേണം എന്ന് പറയുന്നതുണ്ടെങ്കിൽ പോലും അത് അൺഹെൽത്തി ആയിട്ട് മാറാറുണ്ട്. കൺട്രോളിന്റെ രീതിയിൽ, കോൺസ്റ്റന്റ് അഡ്മിറേഷൻ സീക്ക് ചെയ്യുന്ന രീതിയിൽ കൊണ്ടും അല്ല, എമ്പതി ഇല്ലാത്തത് കൊണ്ടും. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി എമ്പതി കാണിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റിയുടെ സെറ്റപ്പിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആണല്ലോ, സൊസൈറ്റിയിലെ ഒരു ലീഡർ ആകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പൊ ആ എമ്പതി കാണിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആളിന്റെ വീട്ടിലെ ഒരു പ്രശ്നമായിരിക്കും, അപ്പൊ ഇത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ അവന് രോഗം കാരണം വേദനിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ന്യായമായ കരുണ അർഹിക്കുന്ന ചില കാര്യങ്ങളിൽ എമ്പതി കാണിക്കാൻ പറ്റാതിരിക്കുമ്പം ഒരു നർസിസ്റ്റിക് ലീഡർ ആണെങ്കിൽ അത് ആ ആളുകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് സാരമായി ബാധിക്കുന്ന ചില മേഖലയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നാർസിസിസ്റ്റോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടി അല്ലേ. അപ്പോൾ പലപ്പോഴും ക്ലസ്റ്റർ ബിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഷയമാണ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഹിസ്ട്രിയോണിക്കും കോൺസ്റ്റന്റ് നീഡാണ്. എന്തിനു വേണ്ടിയാ? അഡ്മിറേഷൻ, അല്ലെങ്കിൽ അവരേറ്റവും മുമ്പിൽ നിന്ന് എല്ലാവരുടെയും അറ്റൻഷൻ സീക്കിങ്. കോൺസ്റ്റന്റ് ആയിട്ട് അറ്റൻഷൻ അവർക്ക് വേണം. അപ്പൊ അത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവര് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും. ചിലപ്പോൾ ഒരു ബഫൂൺ ആകും, തമാശകൾ പറയും, മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് കോമാളിത്തരവും കാണിക്കും, വളരെ ചാമിങ് ആയിട്ട് ചിലപ്പം സംസാരിക്കും. ആകർഷണീയമായ ചില സംസാര രീതികളും പ്രസംഗങ്ങളും ഒക്കെ ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഹിസ്ട്രിയോണിക്. ചിലപ്പോൾ ഒരു സദസ്സിലാണെങ്കിൽ ഞാൻ ചിലപ്പം എനിക്ക് അറിയാൻ മേലാത്ത ടോപ്പിക് ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചോദ്യങ്ങൾ ചോദിക്കും, പറയും. അപ്പൊ അറ്റൻഷൻ എനിക്ക് കിട്ടണം. ബന്ധങ്ങളൊക്കെ വളരെ ഷാളോ ആയിരിക്കും, പൊള്ളയായിരിക്കും. ചിലപ്പം ഈ ബന്ധങ്ങളില് ഉള്ള അടുപ്പത്തെക്കാളും കൂടുതലായിട്ട് അടുപ്പമുണ്ടെന്ന് ഉള്ള തോന്നലും ഇവർക്കുണ്ടാകാം. ബൗണ്ടറി സെറ്റ് ചെയ്യാൻ എപ്പോഴും ഒരു കൺഫ്യൂഷൻ അവർക്ക് വരും അല്ലേ? ഉണ്ടാവും. ഒരു നമ്മൾ പറയത്തില്ല ഡ്രാമ ക്യൂനാണ്, ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസും മുഖത്തെ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു, ഗോഷ്ഠികൾ കാണിക്കുന്നു, ചേഷ്ടകൾ കാണിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണ് ഹിസ്ട്രിയോണിക്. അപ്പൊ അതിന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അറ്റൻഷൻ സീക്കിംഗ് ആണ് അതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അത് ചെറുപ്പത്തിലെ ഒക്കെ ആ ഒരു അറ്റൻഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലാത്തത് ഒക്കെ കാരണമാകാം. ഇപ്പൊ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ക്ലയൻസ് ഒക്കെ ആണെങ്കിലും ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തെ വലിയൊരു കാര്യമായിട്ട് അതെ. അപ്പൊ അതും ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് വരുന്ന ഒരു കാര്യമാണോ? അത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണല്ലോ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിന്റെ കാര്യമാണ് കറ്റസ്ട്രോഫൈസിങ്. നമ്മൾ പറഞ്ഞ പോലെ മിനിമൈസിങ്, മാഗ്നിഫിക്കേഷൻ ഒക്കെ. അപ്പം ഹിസ്ട്രിയോണിക്കാർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവര് പർവ്വതീകരിച്ച് പറയാം. ഇപ്പൊ ഒരു സ്കൂളിലൊക്കെ ആണെങ്കിലും ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? അത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിയുടെ ഒരു തുടക്കമായിട്ട് തന്നെ നമുക്ക് കാണാം. അതെ, ഇപ്പം പിള്ളേർ അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടല്ലോ, നമുക്ക് ചെറുപ്പകാലത്ത് തൊട്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടി കുട്ടികൾ പലതും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവനത് ചെയ്യുന്നതുകൊണ്ട് അവന് എന്തോ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ശ്രദ്ധ കിട്ടുമ്പം അവന് അംഗീകാരം കിട്ടുവാണോ, ഐ ഫീൽ ഗുഡ് ആണോ, എന്താണെന്നുള്ള അതൊരു അറിയുന്നത് നല്ലതാണ്. അപ്പൊ അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു പലപ്പോഴും അത് ക്ലിയർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ. സ്കൂളിലൊക്കെ ആണെങ്കിലും ചിലപ്പോ നമ്മള് ഇങ്ങനെ അവര് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോ നമ്മള് ചിലപ്പോ ഇങ്ങനെ അവിടെ ഇരിക്കും. അല്ല, ഇവൻ അറ്റൻഷൻ കാണിക്കാനായിട്ട് ചിലത് ചെയ്യുമ്പോൾ ചിലത് എൻജോയ് ചെയ്ത് എനേബിൾ ചെയ്യുന്നുണ്ട്. അത് എൻജോയ് ചെയ്യും, വളരെ തമാശയാണ്. ഇപ്പൊ കാണാനായിട്ട് ക്യൂട്ടായിട്ട് ഒരു കുട്ടിയാണ്, അവൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ എൻജോയ് ചെയ്യുന്നു, അത് എനേബിൾ ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ ഇത് ഹിസ്ട്രിയോണിക്കിന്റെ ഒരു കാര്യമായിരിക്കാം. അപ്പൊ നമ്മൾ അത് ഡിപ്പെൻഡ് ആണ്. അപ്പൊ ഏത് തരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ചിലതൊക്കെ അക്സെപ്റ്റബിൾ ആണല്ലോ കൾച്ചറിൽ, ഒരു തമാശ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസിന് നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതായത് അവർക്ക് ഒരു പേരന്റിന്റെ അടുത്തു നിന്നുള്ള ഒരു അഡ്മിറേഷനും അതൊന്നും കിട്ടാതെ വരുന്നത് കൊണ്ടുകൂടാണല്ലോ അവർ അറ്റൻഷൻ സീക്കിങ് കാണിക്കുന്നത്.
അപ്പോൾ അവരെ നമ്മൾ പറഞ്ഞതുപോലെ ഡയലറ്റിക്കൽ ബിഹേവിയറൽ തെറപ്പി അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് അവരെ കേൾക്കുക, മനസ്സിലാക്കുക, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള തെറപ്പി ടെക്നിക്സ് ഉപയോഗിച്ച് അവരെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രയോജനപ്പെടുന്നതുമാണ്. ഈ അറ്റൻഷൻ സീക്കിങ്, റിലേഷൻഷിപ്പിലെ ഷാളോ ആയിട്ടുള്ള, അതായത് പുറമേ കാണിക്കുന്ന ഒരു പ്രഹസനമായി മാറുന്നു, അല്ലെ അവർ കൂടുതലായിട്ട് ഒരുങ്ങുന്നു, ചാമിങ് ആയിട്ട് കാണിക്കുന്നു. ഇതെല്ലാം എന്താണ് അതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള നീഡ്? അതെനിക്ക് എവിടെയോ കിട്ടാതെ പോയതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവിൽ, അതെവിടെയാണ് കിട്ടാതെ പോയതെന്നുള്ള, അത് ചെറുപ്പത്തിലാകാം, പിന്നെ കൗമാര കാലഘട്ടങ്ങളിലാകാം, ആ ഒരു തിരിച്ചറിവ് അത് എങ്ങനെയാണ് ഇനി ആർജിച്ചെടുക്കേണ്ടത്, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയാണല്ലോ തെറപ്പിയുടെ പ്രോസസ്സിൽ അത് പോകുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് അവരെ ഹീലിംഗിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മള് ഈ ഒരു ക്ലസ്റ്റർ ബി കാറ്റഗറിയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ക്ലസ്റ്റർ ബിയിൽ നമ്മൾ ജനറൽ ആയിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എത്രമാത്രം ഇങ്ങനെയുള്ള ഈ ടൈപ്സ് ഉള്ള പേഴ്സണാലിറ്റീസ് ഉള്ള വ്യക്തികൾക്ക് ഏതെല്ലാം രീതിയിൽ ഹെൽപ്പ് അവൈലബിൾ ആണ്, ഏതൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ ഏതെങ്കിലും ട്രേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നമ്മൾ ആന്റി സോഷ്യലിന് പറഞ്ഞായിരുന്നു. കോണ്ടാക്ട് ഡിസോർഡർ ചെറുപ്പകാലത്ത് തൊട്ട് കുട്ടികളിൽ ഇതിന്റെയൊക്കെ സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് കൊടുക്കണം, പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു അല്ലേ. അതുപോലെ തന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതൊക്കെ അതുപോലെ അത് അബ്യൂസീവ് ആണെങ്കിലും ജീവിക്കാൻ മേലാത്ത ഒരു വലിയ പ്രശ്നമായിട്ട് അത് മാറിയാൽ മാത്രമാണ് മാരേജിൽ നിന്നൊക്കെ പിന്മാറുക എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു. അല്ലെങ്കിൽ ഇവർക്ക് ഇൻസൈറ്റ് കൊടുക്കാനായിട്ട് ഒരു പക്ഷേ സാധ്യമാകുന്നത് ഈ വൈഫ് പിന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമൊന്നും കൂടെ കൗൺസിലിങ്ങിന് പോകുക എന്നുള്ളതുമാണല്ലോ പാർട്ട്ണർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടെ ആ ആളിനെയും കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ ആ ആൾക്ക് വേണ്ടിയല്ല, ഈ കൂടെയുള്ള ആൾക്ക് വേണ്ടിയിട്ടെന്ന പോലെ കൂടെ വിളിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ആൾ കൂടെ വരുവാണെങ്കിൽ ചില ഇൻസൈറ്റുകൾ തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പിൽ നിന്നും ആൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും, കുറച്ചൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കും. പിന്നീട് അല്ലാതെ നമുക്ക് സാധിക്കുന്നത് ഒരു ഹീലിംഗ് നമ്മൾ നന്നായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി സുഖപ്പെടുത്താൻ, ഇതെല്ലാം സെൽഫ് എസ്റ്റീം, ഒരു ആത്മാഭിമാനം ഇല്ലാത്ത അവസ്ഥയാണല്ലോ, ചെറുപ്പകാലങ്ങളിലുള്ള വോണ്ടഡ് ആയിട്ടുള്ള അനുഭവങ്ങളാണല്ലോ. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ആ ഹീലിംഗ് സാധ്യമാകാൻ വേണ്ടി നമ്മൾ കർത്താവ്, ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാണ് കർത്താവ്. അപ്പൊ നമുക്കത് തമ്പുരാന് മുമ്പിൽ സമർപ്പിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. ഇപ്പൊ നാർസിസിസ്റ്റ് ബ്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാം എമ്പതി കാണിക്കുന്നില്ല, അതെല്ലാം നമ്മൾ പേഴ്സണലായിട്ട് എടുക്കാതെ നമ്മളെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ കൗൺസിലിംഗ് സ്വീകരിക്കുക. എങ്ങനെയാ ബൗണ്ടറി സെറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പഠിക്കുക. ഇതെന്റെ ഒരു പ്രശ്നമല്ല, ഈ ആളുടെ മുറിവിൽ നിന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകാന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ എല്ലാ ഡിസോർഡേഴ്സിലും ഉള്ള ഒരു പ്രശ്നമാണ് ആങ്കർ, ഔട്ട് ബേസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആങ്കർ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം തോന്നുന്നു. അതെ, ഹിസ്ട്രിയോണിക്കിന് മാത്രമുള്ള നമ്മൾ അത്ര ആങ്കർ കാണിക്കാത്തത്. ആ ആള് പലപ്പോഴും ചാമിങ് ആയിട്ട് ആകർഷണീയമായിട്ട് അറ്റൻഷൻ സീക്കിങ്. ബാക്കി ആന്റി സോഷ്യലിലും ഉണ്ട്, ബോർഡർ ലൈനിലും ഉണ്ട്, നർസിസ്റ്റിലും ആങ്കർ ഉണ്ടാകും. നർസിസ്റ്റിൽ പ്രത്യേകിച്ച് ഇവർക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കുക എന്ന് കണ്ടാല് അവര് ആങ്കർ ഉപയോഗിച്ച് ആങ്കർ കാണിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു അധീനരായിട്ടുള്ളവരെ, ഇപ്പം മുകളിൽ നിൽക്കുന്ന ഒരാളാണ്, സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു താഴെ അധീനരായിട്ടുള്ളവരെ ത്രെറ്റ് ചെയ്യുകയും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളും ഈ നർസിസ്റ്റിക് പേഴ്സണാലിറ്റി മൂലം ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇവര് ഒരു നിയമപരമായിട്ടുള്ള ഒരു ഭയമൊക്കെ ഉണ്ടാകുമ്പോൾ നർസിസ്റ്റിക് ട്രേറ്റ്സ് ഒക്കെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പേടി ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഒരു ഭയം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നതും അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് തരാത്തത് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ കുറയുന്നതായിട്ടൊക്കെ ഉള്ള മേഖലകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ പുതിയ രീതിയിലുള്ള ആങ്കർ മാനേജ്മെന്റ് ടെക്നിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ
ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി തെളിയും. അല്ല, ഈ പറഞ്ഞ ക്ലസ്റ്റർ ബിയിലെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലുള്ള ആങ്കർ, അപ്പൊ ആങ്കർ മാത്രമല്ല ഇതിനകത്തെ പ്രോബ്ലം. എന്റെ എനിക്ക് കിട്ടാതെ പോയ അല്ലെ എന്റെ ആ വോണ്ടഡ് മേഖല പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണല്ലോ ഞാൻ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് തെറപ്പിയാണ്. പിന്നെ ഇൻസൈറ്റ് ഇല്ലാത്തവർക്ക് തെറപ്പി കൊടുക്കുന്നത് ബുദ്ധിമുട്ടാകുന്നിടത്താണ് ഇതിൻ്റെ അകത്തെ കോംപ്ലിക്കേഷൻ വരുന്നത്. അതൊരു പക്ഷേ ആ പാർട്ട്ണർ അല്ലെ കൂടെയുള്ള ലൗഡ് വൺസ്, നമ്മൾ പറഞ്ഞ ആള്, ഭാര്യയാകാം, ഭർത്താവാം, മക്കളാകാം. അപ്പൊ അവര് കൗൺസിലിംഗ് സീക്ക് ചെയ്യുമ്പം അവർക്ക് വേണ്ടി എന്ന പോലെ ഈ നർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ട്രേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻസൈറ്റ് ലഭിക്കട്ടെ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത് ആ ഒരു ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിക്കവറി പോസിബിൾ ആണെന്നുള്ളൊരു കാര്യം കൂടി അല്ലേ? അതെ. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഒരു സ്പർശനം മതി നമുക്ക് സുഖപ്പെടാനായിട്ട്. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന പാവപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കത്തില്ലേ? അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു ആംഗിളിൽ ഇതിനെ കാണാൻ പറ്റണം. നമുക്ക് ആ ഒരു സൗഖ്യത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ ഒരു ശാന്തത ഡെഫിനറ്റ്ലി ദൈവം നൽകും, നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള തെറപ്യൂട്ടിക് അപ്രോച്ചുകൾക്കപ്പുറം തമ്പുരാന്റെ ഒരു ശക്തമായ സൗഖ്യവും തീർച്ചയായും ഉണ്ടാവും. നമ്മുടെ ഇങ്ങനെയുള്ള ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പലപ്പോഴും ഒരു അപകടമായിട്ടൊക്കെ മാറുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അവിടെയെല്ലാം ഈ ഒരു തിരിച്ചറിവ് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന എല്ലാ ഇൻഫർമേഷനും പാതി അറിവ് ഒരിക്കലും നമ്മളെ സഹായിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ പകുതി അറിവ് കിട്ടിയിട്ട് ഉള്ള അതിനു വേണ്ടി ശ്രമിക്കരുതെന്നാണ് ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ്. ലേബിൾ ചെയ്ത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വിവാദത്തിൽ തുടരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം വിവേകവും വേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി കാറ്റഗറിയിലുള്ള ഡിസോർഡേഴ്സിനെ കുറിച്ചും നമ്മൾ കണ്ടു. അടുത്ത എപ്പിസോഡിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ക്ലസ്റ്റർ സി കാറ്റഗറിയിലുള്ള വൈകല്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നന്ദി.